അവസാനം ഉമ്മ പറഞ്ഞു, നബിയേ, എന്റെ മോൻക്ക് വേണ്ടിയല്ല, ഹബീബായ തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മാക്ക് മാപ്പ് കൊടുക്കുകയാണ്. പറയേണ്ട താമസം ഖബറിന്റെ ഉള്ളിൽ നിന്ന് വിളിയാളമാണ്. ജസാക്കല്ലാഹു യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ ഖബറിൽ കിട്ടിയിരുന്ന ശിക്ഷ, ആ ശിക്ഷയെ തൊട്ടെന്നെ രക്ഷപ്പെടുത്തിയ നബിയേ. സ്വഹാബിയായിട്ട് പോലും ഉമ്മാക്ക് സമാധാനമില്ലാത്ത മനുഷ്യൻ ഖബറിൽ കടക്കുമ്പോൾ ശിക്ഷയാണ്. അവർക്ക് സ്വർഗം പോലും ഇല്ല എന്നാണ്. ഉപ്പയോടുള്ള ബഹുമാനം, ഉമ്മയോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കണം. വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കണം. സ്വഭാവം നന്നാക്കണം. ആരെയും ഇൻസൾട്ട് ചെയ്യരുത്. ആലിമിനെയും ചെയ്യരുത്, മുത്തഅല്ലിമിനെയും ചെയ്യരുത്, ആചാർമാരെയും ചെയ്യരുത്, ആരെയും കുറ്റപ്പെടുത്തരുത്. കമ്മിറ്റിക്കാരെ കുറ്റം പറയാ, ബാല്യക്കാരെ കുറ്റം പറയാ, പെണ്ണുങ്ങളെ ആക്ഷേപം പറയാ, ഇതൊന്നും നമ്മുടെ സ്വഭാവമല്ല. നമ്മൾ സ്വഭാവം നന്നാക്കണം. നമ്മൾ നല്ലവരാകണം. മക്കളെയൊക്കെ നല്ല വഴിയിൽ പോറ്റി വളർത്തണം. മഹാന്മാർ ഇബ്നുൽ ജൗസി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ പറയുന്നുണ്ട്, മക്കൾ കരയുന്നത് കണ്ട് അവരോട് അനാവശ്യ കാരുണ്യം നിങ്ങൾ കാണിക്കരുത്. കരയുന്നതിന് പകരമായി മൊബൈൽ ഫോൺ കൊടുക്കരുത്. ആഫത്താണ്. മക്കളുടെ കയ്യിൽ കത്തി കൊടുക്കൂലല്ലോ നമ്മൾ, മക്കളുടെ കയ്യിൽ കത്രിക കൊടുക്കൂലല്ലോ നമ്മൾ. മൊബൈൽ കൊടുത്ത് കണ്ണിന് ക്യാൻസർ ബാധിച്ച മക്കളുടെ കണക്ക് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. കഴുത്തിന്റെ പിൻവശത്ത് നാടിഞരമ്പുകൾ തളർന്ന മക്കളുടെ കണക്ക് നെറ്റിലടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. മക്കൾ ഈ മൊബൈൽ ഫോണിൽ കുത്തിരുന്ന് അനാവശ്യ സമയം ചെലവാക്കുമ്പോ കാർട്ടൂണുകൾ കണ്ടിട്ട് ഇപ്പത്തെ മക്കൾ നേരെ നടക്കുന്നില്ല. ഡൊങ്ക് ഇട്ടിട്ട് പാഞ്ഞുകൊണ്ട് പോകുന്നത് കാർട്ടൂണിൽ കണ്ടിട്ട്. മുണ്ടെന്നല്ല, നക്കണിക്കപ്പുറം ബ്യാരുമല്ല, ഇപ്പുറം മലയാളമല്ല, അപ്പുറം ഇംഗ്ലീഷും അല്ല, ഒരു കൊഞ്ഞ ഭാഷ. എന്നിട്ട് ഈ കാർട്ടൂൺ നോക്കിയിട്ട് ലാംഗ്വേജ് അടക്കം ചേഞ്ച് ആയിട്ടുണ്ട്. കരയുന്നത് കണ്ടിട്ട് നിങ്ങളുടെ മക്കളോട് അനാവശ്യ കാരുണ്യം കാട്ടിയാൽ, കാരുണ്യല്ല ഉമ്മാർക്ക് റകള, നമുക്ക് മൊബൈൽ 10 മിനിറ്റ് തരണോ, അത് ഓരതിലേക്ക് എഡിറ്റ് ആവുകയാണ്. വലിയ മുസീബത്താണ്. ചെറിയ മക്കൾക്കും വലിയവർക്കും മൊബൈൽ ഫോണ് ഉപയോഗം. അതുപോലെ മഹാന്മാര് പറഞ്ഞു, മക്കളെ ഒറ്റക്കിരുത്താൻ പാടില്ല, സീക്രട്ടായിട്ടൊന്നും ചെയ്യാൻ അനുവദിക്കരുത്. ബഹുമാനപ്പെട്ട ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇൽസമു ഔലാദക്കും, നിങ്ങളുടെ മക്കളുടെ കൂടെ തന്നെ നിങ്ങൾ വേണം. വളരെ മനോഹരമായ ഹദീസാണ്. നിങ്ങൾ മക്കളെ കൂടെ തന്നെ വേണം. എല്ലാത്തിലും മക്കളുടെ കൂടെ നിങ്ങൾ വേണം. അവരുടെ കൂടെ നിങ്ങൾ നിൽക്കണം എന്നുള്ളതാണ്. മക്കളും ഉമ്മയോട് ഉപ്പയോട് മര്യാദ കാണിക്കണം, ബഹുമാനം കാണിക്കണം. അവരോടുള്ള അദബ് ഒരുപാട് പറയാനുണ്ട്. അതിപ്പോ പറയാൻ എനിക്ക് ശബ്ദവും ഇതൊക്കെ അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ നിർത്താൻ പോകുന്നു. നല്ല ബഹുമാനമുണ്ടാകണം. അവരുടെ പേര് പറഞ്ഞ് വിളിക്കരുത്. അവർക്ക് എപ്പോഴും ദുആ ചെയ്യണം. ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാത്തവന്റെ ജീവിതത്തിന്റെ ബറക്കത്ത് അല്ലാഹു തആല ഊരിക്കളയുമെന്നാണ്. എപ്പോഴും ഉമ്മാക്ക്, ജീവിച്ചിട്ടുള്ള ഉമ്മാക്ക് ദ്വാരക്കണം, ഉമ്മാക്ക് ആഫിയത്തിന് വേണ്ടി. ജീവിച്ചിരിപ്പുള്ള ഉപ്പാക്ക് ദ്വാരക്കണം, ഉപ്പാക്ക് ആഫിയത്തിന് വേണ്ടി. മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാത്തവന് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും അവന് ബറക്കത്തുണ്ടാവുകയില്ല. ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യുന്നവന്റെ ദുആ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കുകയാണ്. മരിച്ച ഉമ്മാക്ക് മരിച്ച ഉപ്പാക്ക് സദഖ ചെയ്യണം, നന്മ ചെയ്യണം, ഭക്ഷണം കൊടുക്കണം. അങ്ങനെയെല്ലാം ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. സ്വഭാവം നന്നാക്കണം. ജമാഅത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കണം. നമ്മൾ ഫിത്തനക്കാരാവരുത്. നാട്ടിലും ജമാഅത്തിലും കുടുംബത്തിലും നമ്മൾ ഫിത്തനക്കാരാവാൻ പാടുള്ളതല്ല. സ്വഭാവമൊക്കെ നന്നാക്കിയിട്ട് ജീവിതത്തിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്ത്, പ്രത്യേകിച്ച് നമ്മുടെ ആൺമക്കളെയും പെൺമക്കളെയും യുവതികളെയും യുവാക്കളെയും നല്ലവണ്ണം ശ്രദ്ധ ഉണ്ടാകണം. ഹിജാബ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിപ്പിച്ച ഹിജാബും കാര്യങ്ങളും അതങ്ങനെ തന്നെ ആക്കിയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ സൗകര്യമുള്ളയിടത്ത് പഠിപ്പിച്ചാൽ മതി. ഇസ്ലാം പറയുന്നത് പോലെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. അത് ഹിജാബല്ലേ, അത് സാരില്ല, പ്രശ്നമില്ല, ക്ലാസിന്റെ ഉള്ളിലല്ലേ പുറത്തല്ലേ, ഇല്ല, എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്ന ഇസ്ലാമിന്റെ ഷിയാർ, നമ്മൾ അതിന്റെ കൂടെ നിൽക്കണം. നമ്മൾ തല തുറന്നിട്ട് നമ്മുടെ യുവതികളായ മക്കളെ പഠിപ്പിക്കാൻ അയച്ചിട്ട് ഇവർ ഉപകാരപ്പെടുമെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല. നമ്മൾ അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം. കല്യാണത്തിന് മുമ്പും ശേഷവും എല്ലാവിധ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കണം. മക്കളെ സ്വാലിഹീങ്ങളാവാൻ അള്ളാഹുവിനോട് ദ്വാരക്കണം. എപ്പോഴും നമ്മൾ നിസ്കാരം കാത്തു സൂക്ഷിക്കണം. ആയിട്ട് നിസ്കരിക്കണം, ഖളാ ആക്കാതെ നിസ്കരിക്കണം.
എല്ലാത്തിലും അദബും മര്യാദയും, ഭക്ഷണം കഴിക്കുമ്പോഴും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അദബ് നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകണം. മാതാപിതാക്കളുടെ മുന്നിൽ നടക്കരുത്, അവരുടെ പേര് പറഞ്ഞ് വിളിക്കരുത്, മാതാപിതാക്കളെ ഇൻസൾട്ട് ചെയ്യരുത്, അവഹേളിക്കരുത്, നിസാരമാക്കരുത്, ഉമ്മാനെയും ഉപ്പാനെയും സങ്കടപ്പെടുത്തരുത്. അതുപോലെ അവരെ അനുസരിക്കണം, അവരെ സന്തോഷിപ്പിക്കണം. അവർ ചീത്ത പറഞ്ഞാലും അനീതി കാണിച്ചാൽ പോലും, അവരുടെ ഭാഗത്ത് നിന്ന് അനീതി ഉണ്ടായാൽ പോലും നമ്മൾ അവരോട് സങ്കടത്തിൽ പെരുമാറാൻ പാടില്ല, വിഷമത്തിൽ പെരുമാറാൻ പാടില്ല. അല്ലാഹുവിനെ സ്വീകരിക്കുകയും ഉമ്മ വാപ്പാക്ക് എതിർ കാണിക്കുകയും ചെയ്താൽ അവനെ ബുദ്ധിമുട്ടിക്കുന്നവരുടെ ലിസ്റ്റിൽ എഴുതപ്പെടുമെന്ന് മൂസാ നബിയോട് അല്ലാഹു തആല പറയുന്നുണ്ട്. ഉമ്മാനോടും ഉപ്പാടും വെറുപ്പുള്ളവരോട് അല്ലാഹുവിന് വെറുപ്പാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കിയിട്ട് എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറിയിട്ട് ഒരുപാട് നന്മകൾ ചെയ്തിട്ട് ഇസ്സത്തോടെ ജീവിക്കണം. ഇസ്ലാമിന്റെ വേഷവിധാനമാകണം നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം, കല്യാണങ്ങളെല്ലാം എല്ലാം അല്ലാഹു പൊരുത്തപ്പെടുന്ന പോലെയാക്കിയിട്ട് അല്ലാഹു ഇഷ്ടപ്പെടുന്നത് പോലെ മരിക്കാൻ കഴിയണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. വന്യരായ പ്രഗത്ഭ പ്രഭാഷകനാണ്, കന്നഡയും മലയാളമൊക്കെ നല്ല ആവേശഭരിതമായി പ്രസംഗിക്കുന്ന അഭിനന്ദനായ ഹാഫിൽ സുഫിയാൻ സഖാഫി ഉസ്താദ് അവர்கள் പറഞ്ഞിട്ട് അബു സുഫിയാൻ എന്ന് പറഞ്ഞ ഉപ്പാനെ പറഞ്ഞു പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് സുഫിയാൻ ഉസ്താദ് അവர்கள் ഇവിടെയുണ്ട്. വലിയ പണ്ഡിതനാണ്, നല്ല വാഗ്മിയാണ്. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം ദീനിന് സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ അല്ലാഹു തആല ഖൈറും ബറക്കത്തും റാഹത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സയ്യിദന്മാർ അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. സമസ്തയുടെ നേതാക്കന്മാർ അല്ലാഹു തആല എല്ലാവരും ഒരുപാട് കാലം അവരുടെ തണലിലായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും വായിക്കാണ്ടെങ്കിലൊക്കെ വായിച്ച് ഉസ്താദ് ദുആ ചെയ്യും. നല്ല മഞ്ഞ് അല്ലേ, നല്ല മഞ്ഞുണ്ട്, ഇടല്ല തൊടുമ്പോൾ നനവ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി അവർ ദുആ ചെയ്യും. ലൈവ് പരിപാടി കണ്ടവർ, കേട്ടവർ, ഇവരെ കൂടിയവർ അല്ലാഹുവേ അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ എല്ലാം നീ കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കണം റഹ്മാനെ. വിഷമങ്ങളെല്ലാം ദൂരീകരിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കണം റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള ഉമ്മ ബാപ്പാക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. ഈ കൂടിയതും പറഞ്ഞതും കേട്ടതെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഇവിടെ കിടക്കുന്ന മഹാനുഭാവന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഖാജപ്പാപ്പാന്റെ സഹായം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ലോക മുസ്ലിമീങ്ങളെ നീ ഐക്യത്തിലാക്കണം റഹ്മാനെ. ഈ ജമാഅത്തിൽ നീ പൂർണ്ണമായ ഐക്യം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ കള്ള് കഞ്ചാവിന് അടിമകളാകുന്നതിനെ തൊട്ട് നീ കാക്കണം റഹ്മാനെ. എല്ലാ റഹ്മത്തും ബറക്കത്തും ഇസ്സത്തും നീ ഏറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റഹ്മാനെ. ഇവിടത്തെ ഉസ്താദന്മാർക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്. ഇവിടത്തെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ലൈവിലൂടെ പരിപാടി വീക്ഷിച്ച എല്ലാവരുടെയും മുറാദുകളെ നീ ഹാസിലാക്കണം അല്ലാഹ്. ഇവിടെ വന്ന ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ചെറിയവർ, വലിയവർ എല്ലാവർക്കും നീ റഹ്മത്തും റാഹത്തും ഏറ്റി കൊടുക്കണേ അല്ലാഹ്. സലാമത്തും സന്തോഷവും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നല്ല ജീവിതവും നല്ല മരണവും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നീ ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റി കൊടുക്കണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ലൈവ് നോക്കുന്ന ആള് മറ്റു ഗൾഫിൽ നിന്നൊക്കെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹു നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണം റഹ്മാനെ. 750 റുപ്യ ഒരാൾ സഹായം നീ കബൂലാക്കണം റഹ്മാനെ. പേര് പറയാത്ത 2 ആൾ 500 റുപ്യ നീ സ്വീകരിക്കണം റഹ്മാനെ. മരിച്ചവരുടെ പേരിൽ 100 റുപ്യ നീ കബൂലാക്കണം റഹ്മാനെ. കിടാവിൻ്റെ ചെവി വേദന സുഖപ്പെടാൻ സംഭാവന നീ കബൂലാക്കണം റഹ്മാനെ. കിടാവിന് പനിയാണ്, സുഖപ്പെടാൻ അല്ലാഹു നീ പൂർണ്ണമായ ശിഫാ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഏതൊരു പ്രാവശ്യം റബ്ബ് തആല തൗഫീഖ് നൽകിയാൽ നമുക്ക് പ്രസംഗമൊക്കെ ആവാം. ഇന്ന്
വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറയൽ ശരിയല്ല, അങ്ങനെ പറഞ്ഞു. വേറെ ആളെയൊക്കെ നോക്കി അവസാനം 1 മണിക്കൂറെങ്കിലും പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കുറച്ച് കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ. ജമീല എന്ന് പറയുന്നൊരു സഹോദരി കാല് കട്ടായിട്ട് ഹോസ്പിറ്റലിലുണ്ട്. ദ്വാരക്കാൻ അള്ളാഹുവേ നീ ഖൈർ നൽകണം റഹ്മാനെ. നഫീസത്ത് ബീവിൻ്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുപേട്ട ദാവൂദുൽ ഹക്കീം നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ ഷിഫാ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അങ്ങനെ ശബ്ദവും ഒക്കെ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിച്ചിട്ടില്ലാത്തത്. എല്ലാവരോടും ക്ഷമ ചോദിച്ചുകൊണ്ട് എല്ലാവരും ദ്വാരക്കണമെന്ന് അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അറിയണിക്കണ്ട ഒരു ജനനിമിഷ ഞങ്ങളെ ഈ മഹത്തായ ഉറൂസ് കാര്യക്രമത്തിക്ക് ഒരുപാട് നിലയ്ക്ക് സഹായിച്ചുള്ളത്. അതിൽ ഇന്നത്തെ കുടിക്കരെ എല്ലാ റെജിമെന്റ് ഞങ്ങളെ സെക്രട്ടറി മുസ്തഫ കടയെ കണക്കിലായിട്ടിക്കട്. അപ്പോൾ അള്ളാഹു താല തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. പിന്നെ വളരെ സന്തോഷം, ഞങ്ങളെ ഈ ബാമിലറായത്തിലെ വന്നിട്ട് ദച്ചനിക്കത്തെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആത്മസുഹൃത്തും ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിലെ ഏറ്റവും വലിയ പ്രവർത്തകനായ സുഫിയാൻ സഖാഫി ഉസ്താദ് വേദിക്കലുണ്ട്. ഉറൂസ് പരിപാടി കാര്യക്രമത്തെ നല്ലോണം ബഹുമാനിച്ചിട്ട് ബന്ധനിക്കത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു 2 മിനിറ്റ് ഞങ്ങൾക്കൊരു നസിയത്താക്കുവാനാണ് വിളിച്ചിട്ടുള്ള. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أما بعد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. ബഹുമാനവും ആദരവുമുള്ള പണ്ഡിതന്മാർ, ഉസ്താദുമാർ, റായത്തെ ഹിരിയങ്ങളെ, ബാലക്കാരെ, പെണ്ണുങ്ങളെ, പ്രസപ്പെട്ട മക്കളെ, ഈ പ്രദേശത്തെ ആധ്യാത്മിക ശക്തിയായിട്ടുള്ള ഈ ബാംബില ചെല്ലജായത്തെ എല്ലാവുമായ ഈ ദർഗാ ദർബാറിൽ എല്ലാ വർഷവും നടക്കണങ്ങനത്തെ ഉറൂസ് കാര്യക്രമം. അൽഹംദുലില്ലാ അല്ലാഹു തആല ഇതൊക്കെ സഹായിച്ചങ്ങ, സഹകരിച്ചങ്ങ, കഷ്ടപ്പെട്ടങ്ങ, ഓടി നടന്നങ്ങ ഉടരെ കമ്മിറ്റിയിലെ ആൾമാർ വന്ന് വഅദ് ചെന്നങ്ങനത്തെ ഉസ്താദുമാർ, സയ്യിദന്മാർ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും സന്തോഷവും അല്ലാഹു തആല കൊടുക്കട്ടെ. ഈ ബാംബിലാച്ചലിന്റെ ഈ പ്രദേശം കുറെ വർഷത്തിലുണ്ട്. ഈ റായത്തെ പേര് ഫസ്റ്റ് കേട്ടറമേ, ഫസ്റ്റ് കണ്ടറമേ നന്റെ ബാപ്പ എല്ലാ പള്ളി ഇവിടെ ഉറൂസുകു വാഴക പണ്ടേ ആ ടൈമിലായിട്ട് വലിയ പരമ്പരയുള്ള വലിയ നല്ല തറവാടക ജീവിക്കടങ്ങനത്തെ നല്ല ഒരു റായ അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. മഹാന്മാരെ ബഹുമാനിക്കുന്നതും ഔലിയാക്കന്മാരെ ആദരിക്കുന്നതും ഉറൂസ് ചെല്ലുടെ ഈ നല്ല കാര്യക്രമ ആക്കുന്നതും ഇതെല്ലാം പണ്ടേ ഞങ്ങളെ മുഅ്മിനീങ്ങളായ ഞങ്ങളെ ബോബമാറും അജ്ജിമാറും പിജ്ജിമാറും ആക്കിക്കൊണ്ട് വന്നങ്ങനത്തെ ഒരു നല്ല കാര്യ. അതെല്ലാവരും ഇത് നല്ല നിലക്ക് ആക്കിയാറ്, നല്ല ഇബാദത്തെടുത്താറ്, ഈ റായത്തുകെ നല്ല പേര് കോന്നാറ്, അങ്ങനെ നല്ല മുഅ്മിനീങ്ങളായിട്ട് മരണപ്പെട്ടു പോയ അല്ലാഹു തആല ഉടനെ ഖബറിൽ കിടന്നിട്ടുള്ളങ്ങനത്തെ എല്ലാ മുഅ്മിനാത്തുകളെ ഖബറും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയും ഞങ്ങളെയും നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടട്ടെ. ഉസ്താദോടെ കുറെ വിഷയങ്ങൾ ചിന്തിച്ചു. എന്തുകൊണ്ടും ഈ കാലത്തുള്ള മുഅ്മിനീകളായ ആൾമാർ ശ്രദ്ധിക്കണായകത്തെ, പഠിക്കണായകത്തെ പ്രചലിതമായ സകാലികമായ കുറെ വിഷയങ്ങൾ
ഓരോ കുടുംബവും ശ്രദ്ധിക്കണായ കുറെ വിഷയങ്ങൾ. ഞങ്ങളെ മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ എത്ര ജാഗരൂകരാവണുണ്ടും, ഞങ്ങളെ ബാലക്കാരുടെ വിഷയത്തിൽ എത്ര ജാഗ്രത വേണുണ്ടും. ഓരോ ഉമ്മ അബ്ബവും ഏതു രൂപത്തിൽ മക്കളെ വളർത്തണുണ്ടും. ഓരോ മക്കളും ഉമ്മ ബാപ്പടെ ഏത് നിലയ്ക്ക് ബഹുമാനിക്കണുണ്ടും. ചെറിയ ടൈമിലു വലിയ ഉപദേശമായിട്ട് ഇവിടെ ഉസ്താദ് ചെന്നത്. നാണ് വാഴ ചെന്നുകൊന്നു നിன்றതല്ല. എങ്കിലും എല്ലാവർക്കും ചൊല്ലുകൊള്ളത് വലിയ ഫിത്തന പിടിച്ചങ്ങനത്തെ ഒരു ദുനിയാവിത്. ഖിയാമത്തിനാല് മുട്ടമുട്ട വന്നോണ്ടിരുന്നങ്ങനത്തെ ഒരു കാല ഇത്. ഞങ്ങളെ ഉമ്മയും ഞങ്ങളെ ബാപ്പയും ഞങ്ങളെ ബോബമാറും പിജ്ജിമാറും അജ്ജിമാറും ജീവിച്ചോണ്ടിരുന്നേ. അഥവാ ഞങ്ങ ചെറിയിക്കുമ്പോ ഇന്നങ്ങനത്തെ ഒരു ദുനിയാവല്ല ഇന്നത്തെ ദുനിയാവ്. മൊബൈലില് ഒറ്റപ്പുറത്ത് എന്തും കാണകൂ അവകാശമുള്ളങ്ങനത്തെ വല്ലാത്ത ഒരു ദുനിയാവിത്. ഞങ്ങളെ മക്കങ്ങ അല്ലാണ്ടായി പോണ്ടങ്ങനത്തെ ഒരു വല്ലാത്ത ഒരു ദുനിയാവിത്. കണ്ണ് തുറന്നെങ്കിൽ കണ്ടതെല്ലവും ഹറാം, കാത് തുറന്നെങ്കിൽ കേൾക്കണതെല്ലവും ഹറാം, നാവ് തുറന്നെങ്കിൽ ബണ്ടതെല്ലവും ഹറാം. നടക്കുന്നതും ചിന്തിക്കുന്നതും തിന്നുന്നതും ഉടുക്കുന്നതും എല്ലവും ബഡ്ഡി കലർന്നതും ഹറാമു നിറഞ്ഞതുമായി ഒരു വല്ലാത്ത മുസീബത്ത് പിടിച്ച ലോകത്തിലുള്ള പണ്ടത്തെ മഹാന്മാർ അങ്ങനെ ഞങ്ങളെ ജീവിതവും നോക്കുമ്പോ അജഗജാന്തരമായ വ്യത്യാസ. അക പോയ സ്വർഗത്തേക്ക് ഞങ്ങൾ പോണു ചെല്ലത് എങ്ങനാണ്ട് ഞങ്ങൾക്ക് അർത്ഥായോണ്ടില്ല. അങ്ങനത്തെ വല്ലാത്ത മുസീബത്ത് പിടിച്ച ദുനിയാവിലുള്ള ഈ ടൈമിലു ഞങ്ങൾക്കു ബദലാവനാവുള്ളങ്ങനത്തെ ഈ വാഴുകളും നസീഹത്തും അത് ഒരു കാതിൽ കേട്ടിട്ട് പിന്നൊരു കാതിൽ വിട്ടുപോകാണ്ട് അത് ജീവിതത്തിൽ പകർത്തുകയായിട്ട് നോക്കണം. ഞങ്ങളെ റായത്തെ ദർബാറിലുള്ളങ്ങനത്തെ ഈ വലിയ ഉറൂസുക മാത്ര ആക്കുകൊള്ളത സന്ദർശനത്തിന് മാത്ര സീമിതാവുക. എപ്പോഴെങ്കൊക്കെ വന്നിട്ട് പോകുക മാത്ര സീമിതായി പോകുക തീറ. ഞങ്ങളെ എന്ത് വിഷയവും ഈ പക്കത്തിൽ വന്നിട്ട് ചെന്നിട്ട് പരിഹാരം എടുക്കണകത്തെ ഒരു ആൾമാർ ഞങ്ങാവണം. ഔലിയാക്കന്മാർ നമുക്ക് വലിയ പവറായിട്ട് അല്ലാഹു തആല കൊടുത്തത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചങ്ങനത്തെ ഔലിയാക്കന്മാർ. ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂനസ് സ്വലാത്ത വയുതൂനസ് സകാത്ത വഹും റാകിഊൻ. അല്ലാഹുവും അവന്റെ റസൂലും അവന്റെ ഔലിയാക്കന്മാരും നീ എന്ത് കേട്ടെങ്കും അങ്ങ് സഹായിക്കുവാർ. നിങ്ങൾക്ക് സഹായിക്കടേ, നിങ്ങളെ കഷ്ടത്തിന് പരിഹാരത്തണ്ടേ, നിങ്ങളെ സമസ്യയുടെ ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംതൃപ്തി തണ്ടങ്ങനത്തെ വലിയ കഴിവുള്ള ആളുമാർ ഔലിയാക്കന്മാർ. അതുകൊണ്ട് ഞങ്ങളെ റായത്തെ വലിയ ഞങ്ങൾ കെട്ടിപ്പിടിച്ചൊന്നു. അതെങ്ങനെ എപ്പോഴും ആ പക്കത്ത് കൊണ്ടുപോയിട്ട് സലാമ് ചെന്നോണ്ടും സാധ്യ ഇന്നപ്പോ ഒരു യാസീനോദിയോണ്ടും ഒരു സൂറത്തുൽ ഫാത്തിഹയെങ്കിലും മോദിട്ട് ഹദിയാക്കിയോണ്ടും ആ നിലക്കായിട്ട് കൊണു ഔലിയാക്കന്മാരായിട്ടുള്ള ബന്ധ. ഞങ്ങളെ പൂർവ്വകാലത്തുള്ള എല്ലാ മഹാന്മാരും വിജയിച്ചത് ആ നിലക്കായിട്ട് കിട്. ഖുർആനും ഹദീസുമായത്തും എന്തും ഇപ്പൊ ഓതിട്ട് ടൈം വേസ്റ്റ് ആക്കില്ലപ്പ. റജബ് തിങ്കൾ 12 ഇണ്ട്. റജബ് 1 റജബുൽ മുറജ്ജബ് വലിയ ബറക്കത്തുള്ളങ്ങനത്തെ തിങ്കള്. കുറെ മുഅ്മിനീങ്ങൾ ഇന്റിൽ പിന്നമേ നോമ്പ് പിടിക്കു തുടങ്ങിയാറ്. 3-3.5 തിങ്കൾ നോമ്പ് പിടിക്കു തുടങ്ങിയാറ്. വലിയ ഒരു ബറക്കത്തുള്ളങ്ങനത്തെ ഒരു തിങ്കളായിട്ട് കേടി തിങ്കള്. കുറെ മഹത്വമുള്ളങ്ങനത്തെ തിങ്കള്. ഇസ്രാ മിഅ്റാജുള്ളങ്ങനത്തെ തിങ്കള്. നിസ്കാരണക്ക് ഗിഫ്റ്റായി കിട്ടിയങ്ങനത്തെ തിങ്കള്. ഈ ബറക്കത്താക്കപ്പെട്ട തിങ്ങളുടെ മഹത്വം അറിഞ്ഞിട്ടായിട്ട് കൂടെ നിങ്ങൾ ജീവിക്കണായത്. ബണ്ട റജബും ബണ്ട ശഅബാനും ബണ്ട റമളാനും നാനിക്കിടേണ്ട നക്ക് കൊന്തില്ല, നിങ്ങൾക്കിടാനായിട്ട് നിങ്ങൾക്ക് കൊന്തില്ല, ഞങ്ങളെ മക്കൾക്കിടാനാണ്ട് നമുക്ക് കൊന്തില്ല. ജാബിന്നവന് സുബൈയില്ലാത്തങ്ങനത്തെ കാല ഇത്.
ഒരു ഗಂಟ മുന്നോളു മരിക്കരാ ചെന്നിട്ടുള്ളൊരു സൂചന പോലും നമുക്ക് കിട്ടാത്തവർ വല്ലാത്തവർ ദുനിയാവിത് അല്ലാഹുവിന്റെ വലിയ പേടിച്ച് ജീവിക്കണം. ഒരു ഫിത്നത്തും പോയി പോകത്തീറ. ഒരാളെയും ഒരു ആലിമുടെയും പറയണ്ട, ഒരു സാമാന്യത്വമുണ്ടെയും പറയണ്ട. എല്ലാ ആലിമീങ്ങളെയും സാദാത്യങ്ങളെയും ബഹുമാനിക്കണം. എല്ലാ മനുഷ്യന്മാരെയും പിർസവയ്ക്കണം. മുഅ്മിനീങ്ങളെ പ്രത്യേകമായ പിർസ നമുക്ക് വേണം. ചെറിയ ചെറിയ വിഷയത്തില് അടിയും പിടിയും പകയും ഒരിക്കലും ആക്കി പോകണ്ട. ഒരു മനുഷ്യരെ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വേണായത് നാനൊരു നാളും മരിക്കുകൊണ്ടല്ലേ. ആ മരിക്കുന്ന ടൈമിലു നന്റെ മയ്യത്ത് ബൽത്തിട്ടിക്കണ ആ ടൈമിലു നന്റെ മയ്യത്തൊരു മുട്ട വന്നിട്ട് സൂറത്ത് യാസീനോദരങ്ങന്ത ആലുമാറുന്നൊക്കെ നന്റെ റായത്തില് വേണു. നന്റെ സ്വഭാവ കൊണ്ടു, നന്റെ നല്ല സ്വഭാവ മഹിമ കൊണ്ടു നന്റെ മയ്യത്തൊരു മുട്ട കുറെ ആലുമാറ് പറഞ്ഞു. റായത്ത് എല്ലാരും ചെല്ലണോ. നല്ലൊരു മനുഷ്യൻ മരിച്ചുപോയല്ലേ. നന്റെ മയ്യത്ത് നോക്കിയിട്ട് കുറെ ഉമ്മമാരെ കണ്ണില് കണ്ണുനീര് പറഞ്ഞു. റായത്ത് കുറെ ബാലക്കാര് പുൽപ്പെടണു. റായത്ത് ഉസ്താദ് ജുമാത്തിൽ പിന്നെ ചൊല്ലണു. 5 വഖത്ത് നിസ്കാരത്തിൽ വന്നോട്ടിന്നൊരു ബാലക്കാര എത്ര നല്ലൊരു ഹാജാര് 5 വഖത്ത് നിസ്കാരത്തിൽ വന്നോട്ടിന്തേ. സുബൈക്ക് ബാങ്ക് കേൾക്കുമ്പത്തിൽ വന്നോട്ടിന്തേ. ഇന്നിൽ പിന്നെ ആ ബാലക്കാരുടെ ആ ഹാജാരുടെ ആ ബാപ്പടെ നമുക്ക് കാണുകയില്ലല്ലേ. ആ നിലയ്ക്ക് മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ മനസ്സില് ഒന്ന് തെച്ചു മരിക്കണം. മുഅ്മിനീങ്ങളെ അങ്ങനെ തെച്ചു മരിക്കണമെന്ന് ആളുമാറാവണം. അല്ലാഹു തആല അതൊക്കെ നമുക്ക് തൗഫീഖ് തരട്ടെ. വലിയ ഭാഗ്യം ഇത്. ഈ മജ്ലിസും ഈ ആലിമീങ്ങളും ഈ സദസ്സും ഇതെല്ലാം കാണുമ്പോ വലിയ ഒരു സന്തോഷമായിട്ട് കിട. നാണി ആറയ്ക്കിടെ ബള്ളാരി, കൊപ്പള, റായച്ചൂർ, ഹുബ്ലി, ധാരവാഡ് ആ ഭാഗത്തിലായിട്ട് കിട്. അല്ലാ, അവിടെയും ഇവിടെയും നോക്കുമ്പോ എത്ര വലിയ വ്യത്യാസം. ഞാൻ റബീഉൽ അവ്വൽ ഒരു 4-ാമത്തെ നാളുണ്ട് ഒരു ഹല്ലിക്ക് പോയ അവിടെ ഒരു 70 മുസ്ലിമീങ്ങൾ അകണ്ടു. അങ്ങനെ എല്ലാരെയും ഒന്ന് ഒരുമിച്ച് കൂട്ടിട്ട് അങ്ങനട്ടെ കേട്ടെ ഈ റബീഉൽ അവ്വൽക്ക് മഹീന അൽഹംദുലില്ലാഹ് ഇതെല്ലാം ചൊല്ലുമ്പോ റബീഉൽ അവ്വലിന്റെ മഹത്വം ചൊല്ലുമ്പോ തങ്ങളെ മുഖത്തിലെന്തോ ഒരു ചേഞ്ചസ് കാണില്ല. അപ്പൊ ഞാൻ കേട്ടെ റബീഉൽ അവ്വൽ മാലൂം നഹി ക്യാ അങ്കാറുകുന്തില്ല. പിന്നെ ചെന്ന് ഹമാര നബി ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം का पैदाइश का महीना है. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെത്ത് തിങ്കൾ ചൊല്ലുമ്പോ ഇൻക്ക് അർത്ഥമായോണ്ടില്ല. അപ്പുറം സംശയ ഞാൻ കേട്ടെ ഹമാര ഹുസൂർ का नाम मालूम है क्या. ഞങ്ങളെ നിബിത്തങ്ങളെ പേര് കൊണ്ടുണ്ടാ വല്ലാഹി ഈ ഔലിയാക്കന്മാരുള്ള ദർബാറിലേക്ക് കിടച്ചുന്നോണ്ടല്ലേ ഈ മുഅ്മിനീങ്ങളെ സാക്ഷി വെച്ചിട്ട് ഒരേ ഒരു മനുഷ്യ എല്ലാ ഔത്തര ബാലക്കാരെയും ഹിരിയങ്ങളും ദൈപ്പാട്ടിൽ ഒരേ ഒരു മനുഷ്യ ഞങ്ങളെ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുകു ഒരു മനുഷ്യക്ക് പോലും സാധ്യയില്ല. അല്ലാഹ്, എത്ര വലിയ വിഷയം. ഞങ്ങൾ ഔത്തുൽ പറയുമ്പോ ചെറിയ ചെറിയ 3 വയസ്സര 4 വയസ്സര മക്ക ഖുർആൻ ഓതുന്നു. നബിത്തങ്ങളെ പേര് ചെല്ലു, ഇരിയ ബാപ്പമാരെ പേര് കൊണ്ടുണ്ടു. ഞങ്ങൾക്ക് എത്ര അലിമീങ്ങ, ഞങ്ങൾക്ക് എത്ര സാദാച്ചീങ്ങ, ഞങ്ങൾക്ക് എത്ര ചന്തത്ത മദ്രസ, എത്ര നല്ല ജമാഅത്തായിട്ട് നിസ്കരിക്കുള്ള പള്ളി. ചെറിയ ചെറിയ ഗുഡിസല് 100 രൂപ 150 രൂപ ബാഡി കൊടുത്തിട്ട് ജീവിക്കട മുസ്ലിമീങ്ങ. ഇടീ ഒരു റായത്തിലിടീ ടോയ്ലറ്റ് ഇല്ലാത്തങ്ങനത്തെ 100 കണക്കിലെ ഗ്രാമങ്ങ ഷഹാദത്ത് കലിമ പോലും ചൊല്ലുക തെരിയാത്തങ്ങനത്തെ ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങ. അല്ലാഹുവിന്റെ റസൂലായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരും തെരിയാത്തങ്ങനത്തെ മുഅ്മിനീങ്ങ. ನಾನು ಉಗಾಂಡത്തെ ചരിത്രത്തിൽ ചെന്നോണ്ടില്ലേ ഞങ്ങളെ നോർത്ത് കർണാടകത്തെ ഒരു ഗ്രാമത്തേക്ക് പോയിട്ട് നോക്കൂ. വല്ലാത്ത ശോചനീയമായ അവസ്ഥ. അപ്പോളായിട്ട് കിടക്കും അവിടെ അല്ലാഹു തആല നമുക്ക് തന്ന നിഅമത്ത് എന്തരേ വല്ലാത്ത ഒരു നിഅമത്ത്. ഈ നിഅമത്തുക്ക് ശുക്ർ ചെയ്യണങ്ങാവാ.
എത്ര ചന്തത്തെ പള്ളി, എത്ര വിശാലമായ ജാഗ, എത്ര നല്ല കമ്പൗണ്ടും സുന്ദരമായ സുബൈകും ളുഹൂറും അസ്റും നിസ്കരിക്കൂ ആ പള്ളിയ പരമ്പരയുള്ള പള്ളി, മഗ്രിബും ഇശാഉം നല്ല പ്രൗഢിയുള്ള പള്ളി, യദൂറിലെ നല്ല ദർഗാ ദർബാർ, നല്ല നല്ല ആലിമീങ്ങളായ ഉസ്താദുമാർ. അല്ലാഹുവേ, ഇതൊക്കെ തക്കതായ നിലയ്ക്ക് നിനക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് തരണം റഹ്മാനേ. ഇസ്സത്തുള്ള ജീവിതം തരണം റഹ്മാനേ. മരിക്കുമ്പോ കാമിലായ ഈമാൻ തന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെന്നിട്ട് നിന്റെ മുത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖ കണ്ട് സന്തോഷിച്ച് മരിക്കുകയുള്ള തൗഫീഖ് നിങ്ങൾക്ക് നീ തരണം റഹ്മാനേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ഒരു ദർഗത്തെ ഇറായത്തെ ബാവാക്കച്ചളുടെ ഒരാൾ ഓക്സിജൻ വെച്ചിട്ട് വലിയ സീരിയസിലുണ്ട് ചെന്നാർ. അല്ലാഹുവേ, നിന്റെ അസ്ഹാബുൽ ബദർ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണം റഹ്മാനെ. ജീവിത ഖൈറാണെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല ശിഫ, നല്ല ആരോഗ്യ, നല്ല ഹിമ്മത്ത്, നല്ല തൗഫീഖ് നീ അയാൾക്ക് കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഖലാ പരലോകത്തേക്ക് വേഗം പോണുണ്ടായെങ്കിൽ നല്ല ഈമാൻ കിട്ടിയിട്ടുള്ള സന്തോഷത്തെ മരണ നീ കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ കിടന്നിട്ടുള്ള അങ്ങനത്തെ കുറെ ആളുമാർ ഈ റായത്തിലുള്ളാർ, കുറെ ബാലക്കാറുള്ളാർ, നക്കിപ്പ് കുറുത്തുള്ള ഞങ്ങളെ മുട്ടത്തെ മാസിൻ ചൊല്ലെ ബാലക്കാറ, നല്ല മുത്തഅല്ലിമീങ്ങളെല്ലാം വലിയ പിടിച്ചു വെച്ചുകൊണ്ടിരുന്ന ബാലക്കാറ. അല്ലാഹുവേ, നീ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഖബർ നീ സന്തോഷമാക്കി കൊടുക്കണം റഹ്മാനെ. അങ്ങനത്തെ ബാലക്കാരുടെ പേര് ചൊല്ലുമ്പോൾ ഞങ്ങൾക്ക് ഭൂൽപ്പണ്ടത് അങ്ങ് ആലിമീങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടു, അങ്ങ് മുത്തഅല്ലിമീങ്ങളെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നത് കൊണ്ടു, അങ്ങ് ഈമാനുള്ള ബാലക്കാരായിട്ട് ജീവിച്ചത് കൊണ്ടു, 5 വഖത്ത് നിസ്കരിച്ചിട്ട് ഈമാനുള്ള ബാലക്കാരായിട്ട് ജീവിച്ചെങ്കിൽ മുഅ്മിനീങ്ങ അങ്ങനെ മറക്കാലെ, മുഅ്മിനീങ്ങളെ ഖൽബിൽ അങ്ങ് നിൽക്കുവാർ. ബാലക്കാരെ അങ്ങനെ ജീവിക്കൂ. അല്ലാഹുവേ, ഞങ്ങളെ മൗസിനും ഇനി കുറെ ആളുമാറി ഖബറിൽ കിടന്നിട്ടില്ല, ആരല്ല ഉള്ളാറാ. അങ്ങനെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ഖബർ നീ സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം റഹ്മാനെ. ഈ റായത്തിലുള്ള എല്ലാവർക്കും നല്ല ആഫിയത്തും നല്ല ആരോഗ്യവും നല്ല ഹിമ്മത്തും നല്ല സന്തോഷവും നീ കൊടുത്തനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല ഇസ്സത്തുള്ള ജീവിത ഈ റായത്തെ എല്ലാവരും കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ ബാലക്കാരെ അപകടത്തെ തൊട്ട്, അപകട മരണത്തെ തൊട്ട്, കുടുക്കട തൊട്ട് നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. എല്ലാ നിലക്കുള്ള മുസീബത്തിനെ തൊട്ട്, ഇടങ്ങേറിനെ തൊട്ട് ഞങ്ങളെ ബാലക്കാരെ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നന്ദി പാട്ടിയുണ്ടല്ല. അൽഹംദുലില്ലാ, ഒരു ദർഗത്തെ ബറക്കത്തെടുക്കുക വേനായിട്ട് വന്നപ്പം ബലക്ക് പറയൂ അവകാശം തന്നങ്ങനത്തെ റോസ് കമ്മിറ്റിയും ഈ റായത്തെ കമ്മിറ്റിയും എല്ലാവർക്കും ശുക്ർ ചെന്നിട്ട് അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, നല്ലൊരു കാര്യക്രമ മാഷാ അല്ലാഹ്. നാളെയും നാലക്കളിയും നടക്കടെ ഈ ഒരു ഉറൂസ് കാര്യക്രമത്തിൽ എല്ലാവരും ബന്ധം ചിന്താക്കുന്നു കേട്ടിട്ടുള്ള എല്ലാവരും എഞ്ചി നിന്നിട്ട് ബഹുമാനപ്പെട്ട ജലാലി ഉസ്താദിനെ കൈ മുഷാഫാത്താക്കുന്നു. അൽഹംദുലില്ലാ, എല്ലാവരും ലൈനായിട്ട് വന്നിട്ട് ഒരേ സൈഡിൽ വന്നിട്ട് ഇന്നൊരു സൈഡിൽ പോകണു. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ആലിമിങ്ങൾ, പണ്ഡിതന്മാരൊക്കെയും ഒരുമിച്ച് കൂടുതൽ മജ്ലിസ് ആയതുകൊണ്ട്, പ്രത്യേകിച്ചിട്ടും സയ്യിദ് ബുഖാരി തങ്ങളുടെ ഉറൂസിലെ കാര്യക്രമമായതുകൊണ്ട് നല്ല നിയത്തോടു കൂടി നല്ല ഒരു ഉദ്ദേശം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കൈ മുഷാഫാത്താക്കണം. പണ്ഡിതന്മാരുടെ കൈ മുഷാഫാത്താക്കൽ ഏറ്റവും വളരെ സുന്നത്താണ്. ഇതിനിടയ്ക്ക് കൊറോണ ബന്ധ സമയത്തിൽ അള്ളാഹു തന്നെ ഞങ്ങൾ എല്ലാവരും ദൂരത്താക്കിയ ഇന്ത്യക്ക് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയ അള്ളാഹു അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എല്ലാവരും ലൈനായിട്ട് വന്നിട്ട് ഈ ഞങ്ങളെ പവിത്രമായ ബർക്കത്തുള്ള ഈ ബാമ്പിലത്തിൽ മരപ്പെട്ട് കിടക്കുന്ന വലിയുള്ളാഹി സയ്യിദ് ബുഖാരി തങ്ങളുടെ പേരിൽ നടക്കണമെങ്കിൽ ഉറൂസ് കാര്യക്രമത്തെ പ്രയുക്ത ഞങ്ങൾ ഒരുമിച്ച് കൂടി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നാളെ ഇൻഷാ അല്ലാഹ് ഇതേ വേദിക്കയിൽ ഇതേ സ്ഥലത്തിൽ വെച്ചിട്ട് വലിയ ഒരു കാര്യക്രമ സമസ്യകള സുടിയള്ളി ആധുനിക സമാജ ചെല്ലെ ಬಗ್ಗೆ ಕುಕ್ಕಿಲ ಧಾರ್ಮಿ ಖತೀಬ್ ವಳಚಿಲ್ ಈ
കീഴിലെ പ്രൗഢോച്ചരമായ മതപ്രഭാഷണ ഈ വേദിക്കൽ നടക്കുകൊണ്ട് അതേപോലെ 5 താരീഖ് 2 ലാസ്റ്റ് ഉറൂസ് കാര്യക്രമത്തിന് ഉലമ ഉമറ സാദാത്തുങ്ങ ഭാഗവഹിച്ചർ അതിൽ ബഹുമാനപ്പെട്ട ഈ വേദിക്കയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് തോക്ക അഹമ്മദ് മുസ്ലിയാർ അതേപോലെ സയ്യിദ് അലി തങ്ങൾ കുമ്പോട് അതേപോലെ മുഖ്യ പ്രഭാഷണ UK അനീഫ് അലി സ്വാമി കാസർഗോഡ് ആയതുകൊണ്ട് എല്ലാത്തിനും വിജയിപ്പിക്കണം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹത്തായ കാര്യക്രമത്തിൽ നിങ്ങൾക്ക് നസീഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ജലാലി ഉസ്താദ്ക്ക് ഞങ്ങൾ ധന്യവാദ സമർപ്പണാക്കിയിട്ടുള്ള അതേപോലെ അവത്ത് കഴിഞ്ഞ വർഷ ഡബ്ബി തന്നത് ആ ഡബ്ബിയുടെ ഇൻഷാ അല്ലാഹ് ഒരു ദിവസം 3-4 എത്തോട്ടം എല്ലാവരും അതേപോലെ ഇന്നോടത്ത് ഞങ്ങൾ പ്രഗൽഭ വാഗമിയും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനും ഞങ്ങളെ ആത്മസുഹൃത്തുമായ സുഫിയാൻ സഖാഫി ഉസ്താദ് ഞങ്ങളെ വേദിക്കൽ ബന്ധം നിങ്ങൾക്ക് വേണ്ടി അതുപോലെ നസീഹത്താക്കി തന്നത് ഏൾക്കും ഞങ്ങൾ എല്ലാവരുടെ പരമായിട്ടും ധന്യവാദ സമർപ്പണാക്കിയിട്ടുള്ള അതേപോലെ ഈ വേദിക്കലുള്ള പണ്ഡിതന്മാർക്കും എതിരിൽ വന്ന് ദക്ഷിണിക്കെത്തി എല്ലാ സബീക്കർക്കും അതേപോലെ ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുമിച്ച് തന്ന ഒത്തൊരുമിച്ച് കാട്ടി തന്ന എല്ലാവർക്കും ധന്യവാദ സമർപ്പണാക്കിയിട്ടുള്ള സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه